ഇത് 10,000 ആവും. 10,000. അപ്പോൾ വീക്കെൻഡിലും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ അത് എത്ര കിട്ടും? വീക്കെൻഡിൽ, അതായത് ഞായറാഴ്ച ദിവസം ഡെയിലി മിനിമം എത്ര രൂപ കിട്ടും ഇവിടുന്ന്? വീക്കിലെ 30,000 ആവും. 30,000 രൂപ. നമ്മളിപ്പോൾ നിൽക്കുന്നത് എറണാകുളത്ത് പേട്ടയിലാണ്. ഇവിടെ ഒരു ചെറിയ കടയാണെന്ന് നിങ്ങൾക്ക് തോന്നും, പക്ഷേ ഇവിടെ നടക്കുന്ന കച്ചവടം കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കഴിഞ്ഞാൽ ഇതൊരു ചെറിയ കടയല്ല. ഇവിടെ മറ്റ് പല റെസ്റ്റോറൻറ്റുകളിലേക്കുള്ള ഞെട്ടിക്കുന്ന ഒരു വരുമാനമൊക്കെയാണ് ഇവിടെ ലഭിക്കുന്നത്. നമുക്ക് കൂടുതൽ വിവരങ്ങളൊക്കെ ഇവിടെ തന്നെ ചോദിച്ചു നോക്കാം. ഇവിടെ പലരും സംരംഭങ്ങൾ തുടങ്ങാനാണ് മടിച്ചു നിൽക്കുന്നത്, പക്ഷേ തുടങ്ങിക്കഴിഞ്ഞാൽ അതിൻ്റെ വരുമാനവും കാര്യങ്ങളും അതുകൊണ്ട് രക്ഷപ്പെടുന്ന ആൾക്കാരും അവരൊക്കെ കേട്ടാൽ ഞങ്ങൾ ഞെട്ടിപ്പോവും. നമുക്കത് നേരിട്ട് തന്നെ ചോദിക്കാം. എന്നാൽ പേരെന്താണ്? പേര് മസർ ആലം. കടയുടെ പേരെന്താണ്? കടയുടെ പേര് ബിസ്മി. സ്ഥലം എവിടെ? നാട്ടിലാണോ? ബംഗാൾ. സ്വന്തം കടയാ? അപ്പോൾ എത്ര രൂപ വരുമാനമാണ് ഒരു ദിവസം ഈ കടയിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കുന്നത്? അപ്പോൾ എന്താ പഠിച്ചതൊക്കെ എന്താ? 9th ക്ലാസ്. അപ്പോൾ കേരളത്തിൽ നാട്ടിൽ വന്നിട്ട് എങ്ങനെയുണ്ട്? ഈ നാടൊക്കെ ഇഷ്ടപ്പെട്ടോ കാര്യങ്ങളൊക്കെ? ഇവിടെ കച്ചവടത്തിന് പറ്റിയ സ്ഥലമാണ് എപ്പോഴാണ് തിരിച്ചറിഞ്ഞത്? എത്ര കാലം വരും തുടങ്ങിയിട്ടും കൂടെ? സ്റ്റാർട്ട് 1-2 മാസമായി. അപ്പോൾ സക്സസ് ആയിട്ട് തന്നെ പോകുന്നത്? ഇവിടെ ഏറ്റവും കൂടുതൽ വിറ്റ് പോകുന്ന വിഭവം എന്തൊക്കെയാണ്? അവിടെ ബജ്ജി ഉണ്ട്, സ്നാക്സ് ഉണ്ട്, പിന്നെ മുളകപ്പവും, പിന്നെ കായ് ബജ്ജി, പഴംപൂരി, ബ്രെഡ്, അത് ചായ, ബൂസ്റ്റ്, പിന്നെ ജ്യൂസ് ഉണ്ട്. ജ്യൂസ് എല്ലാം ഉണ്ടോ, ഷേക്ക് ഉണ്ടോ, പിന്നെ ആവിൽ മിൽക്ക് ഉണ്ടോ, എല്ലാം ഉണ്ടോ. നിങ്ങൾ തന്നെയാണ് ഇതെല്ലാം ഉണ്ടാക്കുന്നത്? അല്ല, വേറെ മാസ്റ്റർ ഉണ്ടോ, മലയാളിയിലെ അത് റെഡിയാവും. മലയാളി സംഭവം. ഈ കട ഇനിയും വികസിക്കാൻ വേണ്ടി എന്താ പ്ലാന്? ബിസിനസ് ആവും, പിന്നെ കുറച്ച് വേറെ കട തുറക്കണം. ബിസിനസ് നല്ല ബിസിനസ് ആവും, പിന്നെ വേറെ കട തുറക്കണം. അത് നാട്ടിൽ ഇവിടെ തന്നെ സെറ്റിലാകാൻ തീരുമാനിച്ചോ? അത് അവിടെ സെറ്റ് വേണം. ബംഗാളിൽ നിന്ന് കേരളത്തിൽ വന്ന് ബിസിനസ് ചെയ്യാനുള്ള ഐഡിയ അതെങ്ങനെ ഉണ്ടായേ? ഇപ്പോൾ പിന്നെ ഫസ്റ്റ് നീ ക്ലീനിങ് അവിടെ ഉണ്ടല്ലേ, സൗത്തിലെ ഹോട്ടലിലെ ക്ലീനിങ് ഉണ്ട്. പിന്നെ മൈ വില്ലേജ് ബോയ്, അത് നേരെ കുറച്ച് കട തുറക്കണം. അതാണ് നീ നോക്ക്, പിന്നെ റെഡിയായി. അപ്പോൾ നന്നായിട്ട് തന്നെ കച്ചവടമെല്ലാം മുന്നോട്ട് പോകട്ടെ. അപ്പോൾ നിങ്ങൾ കേട്ട പോലൊക്കെ തന്നെയാണ്, ഇതൊരു ചെറിയ കടയാണെന്ന് ആരും തെറ്റിദ്ധരിക്കേണ്ട. നിങ്ങൾക്കൊരു സംരംഭം തുടങ്ങാനാണെങ്കിൽ നിങ്ങളൊരു കാര്യത്തിലും വിഷമിച്ചേക്കേണ്ട ഒരു കാര്യമില്ല. കാരണം എല്ലാ തരത്തിലുള്ള സപ്പോർട്ട് നമുക്ക് നമ്മുടെ ഇവിടുന്ന് തന്നെ കിട്ടുന്നുണ്ട്. ഈ ഒരു ചെറിയ കടയാണ് നമുക്ക് തോന്നുന്നെങ്കിൽ ഇവിടുന്ന് കിട്ടുന്ന വരുമാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മാസം 1,20,000 രൂപയാണ് ഈ കടയിൽ നിന്ന് തന്നെ ലഭിക്കുന്നത്. അപ്പോൾ ഒരുപാട് വിദ്യാഭ്യാസം ഉണ്ടായി അല്ലെങ്കിൽ നമ്മൾ വൈറ്റ് കോളർ ജോബ് മാത്രം തിരഞ്ഞെടുക്കുന്നൊന്നും നിങ്ങൾ മാത്രം വാശി പിടിച്ചിരിക്കാണ്ട് നിങ്ങൾക്കും താല്പര്യം ഉണ്ടെങ്കിൽ ഇങ്ങനത്തെ ഒരു ജോബിലേക്ക് നിങ്ങൾ സ്വന്തമായിട്ടൊരു സംരംഭം തുടങ്ങുക. നിങ്ങൾക്ക് അതിൻ്റെ നിന്നും സുഖമായിട്ട് ജീവിച്ച് പോകാമെന്നുള്ളൊരു ഉദാഹരണമാണ് ഇദ്ദേഹം പറയുന്നത്. സ്വന്തം നാട്ടിൽ നിന്നല്ല, ഇദ്ദേഹം വെളിനാട്ടിൽ നിന്ന് വന്നിട്ട് ഇവിടെ വന്നിട്ട് നമ്മുടെ നാട്ടിൽ നിന്ന് ഇത്രയും പ്രോഫിറ്റ് ഉണ്ടാകുന്നെങ്കിൽ നമ്മൾ വേണ്ട വിധത്തിൽ നമ്മുടെ സൗകര്യങ്ങൾ ഉപയോഗിക്കുന്നില്ല എന്ന് തന്നെ പറയാം.